ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പം നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അലീനയുടെ ദയനീയ അവസ്ഥ നമ്മൾ കണ്ടുവെങ്കിൽ നാളെ നമ്മൾ കാണാൻ പോകുന്ന ബാലചന്ദ്രൻ്റെ ഒരു ദയനീയ അവസ്ഥ, ചതിക്കപ്പെട്ടവൻ്റെ ഒരവസ്ഥയെക്കുറിച്ചൊക്കെ ആയിരിക്കും നാളെ കാണാൻ പോകുന്ന. അത് ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മോളുമായി ഷെയർ ചെയ്യുമ്പോൾ താൻ പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടിയെപ്പോലെ, ഒരു സ്ത്രീയെപ്പോലെ പൊട്ടിക്കരയുന്ന ബാലചന്ദ്രനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എപ്പിസോഡിലേക്ക് കടന്നു വരുമ്പോൾ ബാലചന്ദ്രനെയും കൃഷ്ണമോളെയും അന്വേഷിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല കേട്ടോ. ഒടുവിൽ മനു തന്നെ അതിന് മുൻപോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുകയാണ്. രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും അവിടെ എത്തിയോ എന്ന് ചോദിക്കുക കേട്ടോ, അല്ലെങ്കിൽ അലീന അവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇല്ല മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു ഫോൺ വിളിച്ചത് എന്തോ പ്രശ്നം വഷളായി എന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ അന്വേഷിക്കോട്ടെ. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് മനു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ എങ്ങനെയെങ്കിലും രേവതിക്കുട്ടി വഴിയെങ്കിലും അലീനനെയും കൃഷ്ണമോളെയും ബാലചന്ദ്രനെയും കണ്ടെത്താമല്ലോ എന്നോർത്ത് മനു ഈ സത്യങ്ങളൊക്കെ പറയുന്ന. ഒടുവിൽ വലിയ വെപ്രാളത്തിലായിപ്പോയി രേവതിക്കുട്ടി നേരെ മാമച്ചനെയും അതുപോലെ ഗ്രേസിമാമയും കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ അവർ വഴിയെങ്കിലും അവരെ കണ്ടെത്താമെന്നൊരു വിശ്വാസം മനുവിനുണ്ടായിരുന്നു. അത് വർക്കൗട്ടാകുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. എന്നാൽ അതിനും അപ്പുറമായിട്ട് ചില രഹസ്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയേണ്ടി വരുന്ന ചില സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണമോളോട് ചില സത്യങ്ങൾ പറയേണ്ടി വരുന്ന ചില സാഹചര്യമുണ്ട്. ഇന്നലത്തെ പ്രൊമോയിൽ ഇന്ന് നമ്മളത് പറയും എന്നാണ് കരുതി. പക്ഷേ ഇന്ന് പറയുന്നില്ല, നാളെ ആ രഹസ്യങ്ങൾ പറയുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന അലീനയും അതുപോലെ കൃഷ്ണമോളയുമായിട്ട് ആ റിസോർട്ടിൻ്റെ വെളിയിൽ ഒന്ന് നടക്കുവാൻ ഇറങ്ങുക കേട്ടോ. അങ്ങനെ ആ നടപ്പിൽ ഇടത്തും വലത്തും അലീനയും കൃഷ്ണമോളയുമായിട്ട് ബാലചന്ദ്രൻ നടക്കുന്നു. അപ്പോഴും ബാലചന്ദ്രൻ്റെ മനസ്സിൽ നീർന്ന ഭക്ഷണം നിൽക്കുകയാണ്. അതുപോലെ കൃഷ്ണമോളും വളരെ സങ്കടത്തിൽ തന്നെയാണ്. ഒടുവിൽ അവർ പോയി കിടക്കുന്ന സമയത്ത് കൃഷ്ണമോൾക്ക് നല്ല തലവേദന ഉണ്ടാകുന്നത്. ഈ സമയത്ത് കൃഷ്ണമോളും അലീനയുമാണ് ഒരു റൂമിൽ കിടക്കുന്ന. അങ്ങനെ കൃഷ്ണമോൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞ അലീന നെറ്റിയൊക്കെ തലയൊക്കെ തിരുമ്മി മസാജ് ചെയ്ത് ഉറക്കുകയാണ്. അതിനുശേഷം അലീനയും ഉറങ്ങുക കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് നമ്മളെ കൃഷ്ണമോൾക്ക് വീണ്ടും വിഷമം, അച്ഛൻ എന്തി എന്നൊരു ആദ്യം ഉണ്ടാക്കി അച്ഛൻ്റെ റൂമിൽ ചെല്ലുകയും ചെയ്യുകയാണ്. അങ്ങനെ അച്ഛൻ്റെ വെച്ചാൽ വളരെ ടെൻഷൻ വെച്ചിരിക്കുന്ന ബാലചന്ദ്രനെയാണ് വീണ്ടും കൃഷ്ണമോൾ കാണുന്നത്. ഒടുവിൽ കൃഷ്ണമോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മോളോട് ഇനി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് മോളെ, അത് നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനി ശരിയാവില്ല എന്ന് പറയുകയും അങ്ങനെ വീണ്ടും അവർ വെളിയിലേക്ക് കൃഷ്ണമോളും ബാലചന്ദ്രനും തനിയെ വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറയുകയാണ്, ഒരു മോളോട് ഞാനൊരു കഥ പറയാം, ആ കഥ മോൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കഥ തുടങ്ങി കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്ന കഥയിലെ നായിക മറ്റാരുമല്ല തൻ്റെ അമ്മയായ വൈജയാണ് എന്ന് കൃഷ്ണമോൾ മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയും അങ്ങനെ ആ പഴയകാല ചരിത്രങ്ങൾ ഓരോന്നോരോന്നായി ബാലചന്ദ്രൻ തൻ്റെ മോളോട് പറയുകയാണ്. നിൻ്റെ അമ്മ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആഗ്രയിൽ തൻ്റെ ചേട്ടനൊപ്പം ആഗ്രയിൽ പോവുകയും അവിടെ വെച്ച് ഒരു പട്ടാളക്കാരനുമായിട്ട് ഒരാളുമായിട്ട് പ്രണയിക്കുകയും ആ പ്രണയത്തിൽ തനിക്ക് അബദ്ധം പറ്റുകയും അങ്ങനെ 22 വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ നിൻ്റെ വലിയച്ഛനും മറ്റു ബന്ധുക്കളും കൊണ്ട് വിട്ടെന്നും അത് വളർന്ന് ഒടുവിൽ ഇവിടെ എത്തി നമ്മുടെ കൺമുൻപിൽ എത്തിയെന്നും പറയാണ്. അപ്പോൾ ചോദിക്കുക അതാരാണ് എന്ന് കൃഷ്ണമോൾ വളരെ ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്. അതാണ് നിങ്ങൾ ഇന്ന് ഇറക്കി വിട്ട അലീന, അല്ലെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അലീന എന്ന സത്യം പറയാം. അപ്പം ഞെട്ടിപ്പോകട്ടോ. അച്ഛാ കള്ളം പറയരുത് എന്ന് പറയാം, അലീനയെ രക്ഷിക്കാനാണ് എന്നോർത്ത് കള്ളം പറയരുതെന്ന് പറയാം. അപ്പം ബാലചന്ദ്രൻ പറയുക കേട്ടോ. അങ്ങനെ എല്ലാ കാര്യവും കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയുകയും ഒടുവിൽ ബാലചന്ദ്രൻ പറയാണ്, മോളെ ഞാനിത് കുറച്ച് കാലം മുമ്പാണ് അറിയുന്നത്. അപ്പം അച്ഛൻ കള്ളു കുടിച്ച് ഹൃദയം തകർന്നവനല്ല, മറിച്ച് ആ ചതി മനസ്സിലാക്കിയപ്പോൾ തകർന്നു പോയവനാ. ഞാനും ഒരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളുടെ മുൻപിൽ തൻ്റെ അച്ഛൻ പൊട്ടിക്കരയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോള് തൻ്റെ അച്ഛനായ ബാലചന്ദ്രനെ സ്നേഹത്തോട് വാരിപ്പുണരുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രസകരമാകുന്നൊരു നിമിഷമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം വേഗത്തിൽ കൃഷ്ണമോൾ അലീനയുടെ മുറിയിൽ ചെല്ലുകയും അങ്ങനെ സത്യം മനസ്സിലാക്കിയ കൃഷ്ണമോൾ അലീനയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോട് കൂടി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണാൻ പോകുന്നത് മടങ്ങി ബാലചന്ദ്രൻ കൃഷ്ണമോളും അലീനയും മടങ്ങിയെത്തുമ്പോൾ അതൊരു വലിയ ട്വിസ്റ്റ് തന്നെയായിരിക്കും. കൃഷ്ണമോൾ പൊതുവെ എല്ലാ രീതിയിലും മാറി തൻ്റെ അമ്മയെ ശത്രുവായി കാണുന്നതൊക്കെ ആയിരിക്കും വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും വരും ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.